കർണാടകയിലെ ഷിരൂരിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തി. ജീർണിച്ച അവസ്ഥയിലാണ് ഈ മൃതദേഹം കണ്ടത്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത്. DNA പരിശോധനയിലൂടെ മാത്രമേ ഈ വ്യക്തി ആര് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. വിവരങ്ങളുമായി ആനന്ദ് ചേരുകയാണ്. ആനന്ദ്, മലയാളികൾക്ക് അറിയേണ്ടത് അവിടെ ഷിരൂരിൽ കണ്ടെത്തിയ ജഡം ആരുടേത് എന്നുള്ള വലിയ സംശയം നിലനിൽക്കുന്നു. അവിടെ ഈ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? അർജുൻ്റെ കുടുംബവും പറയുന്നു ഇത്തരത്തിലുള്ള പരിശോധനകൾ ആവശ്യമുണ്ട് എന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ ആനന്ദ്. വിനോദ്, ഷിരൂരിൽ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ അകലെ ദൂരെ കടലിൽ മൃതദേഹം ഒഴുകി നടക്കുന്ന നിലയിലാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ കണ്ടത്. തുടർന്ന് ഇവർ ഈശ്വർ മാൽപ്പയെ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും ഈ മൃതദേഹം കരയിലെത്തിക്കാനുള്ള ശ്രമം കോസ്റ്റൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഗോകർണത്തിനും കുന്താവരയ്ക്കും ഇടയിലാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് അർജുന്റെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. ഈ സമീപത്ത് തന്നെ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായതായിട്ടുള്ള ഒരു വിവരമുണ്ട്. ഇനി അദ്ദേഹത്തിന് ആണോ എന്നുള്ള കാര്യത്തിലും കൂടുതൽ സ്ഥിരീകരണം എന്തായാലും വരേണ്ടതുണ്ട്. എന്തായാലും അർജുന്റെ ബന്ധുക്കൾ കർണാടകയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈശ്വർ മാൽപ്പ അടക്കമുള്ള സംഘവും അങ്ങോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ അർജുന്റെ ബന്ധുക്കൾ പറയുന്നത് ഈ അർജുന്റെ കയ്യിൽ ഒരു വളയുണ്ടായിരുന്നു. മൃതദേഹം നേരിട്ട് കണ്ടാൽ മനസ്സിലാവുന്ന തരത്തിലല്ല എന്നാണ് ഇത് കണ്ട മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ മാർഗങ്ങൾ വഴി ആ മൃതദേഹം ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത്. ഈ രണ്ടാമത്തെ പരിഗണന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത് DNA പരിശോധന തന്നെയാണ്. DNA പരിശോധനയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. വിനോദ്, തീർച്ചയായും ഇത് അർജുൻ്റെ മൃതദേഹമാണ് തുടങ്ങിയ കാര്യങ്ങൾ സ്ഥിരീകരിക്കണമെങ്കിൽ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. അത്തരം പരിശോധന കർണാടകയിൽ അത്തരം പരിശോധനകൾ നടത്താൻ കാലതാമസം നേരിടുമോ? എത്ര മണിക്കൂറുകൾ കൊണ്ട് ഇത്തരം പരിശോധനകൾ പൂർത്തിയാക്കും? അത്തരം പരിശോധനയ്ക്കായി ഈ മൃതദേഹം അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? ആനന്ദ്, എന്തായാലും ഈ മൃതദേഹം ആദ്യഘട്ടത്തിൽ കരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് എത്തിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിൽ അനുമതികൾക്ക് ശേഷം ഈ DNA പരിശോധന നടത്തുക. എന്തായാലും അർജുന്റെ സഹോദരന്റെ DNA സാമ്പിൾ ഔദ്യോഗികമായി തന്നെ എടുത്തിട്ടുണ്ട്. ഇത് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഈ ലഭിച്ച മൃതദേഹം മാച്ച് ആവുന്നുണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് നടക്കുന്നത്. എന്തായാലും ഏകദേശം മണിക്കൂറുകൾ വേണ്ടിവരും തീർച്ചയായും DNA ഒരു റിസൾട്ട് വരാൻ. ഈ ആദ്യഘട്ടത്തിൽ എന്തായാലും ഈ ബന്ധുക്കളടക്കം ഇപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ ഈ ഈശ്വർ മാൽപ്പ അടക്കമുള്ള സംഘം ആദ്യഘട്ടത്തിൽ ഒരു ഐഡന്റിഫിക്കേഷൻ നടത്തും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഒരു പക്ഷേ ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ സൂചനകൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിനോദ്, ഈ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തി എന്നാണല്ലോ ആനന്ദ് പറയുന്നത്. അപ്പോൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ തെരച്ചിൽ തുടരുന്നുണ്ടായിരുന്നു. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വാർത്ത കൊടുത്തത് അവിടെ തെരച്ചിൽ കാര്യമായി നടക്കുന്നില്ല. അതുകൊണ്ട് കുടുംബം തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെടുന്നു, അവിടെ തെരച്ചിൽ തുടരണമെന്ന് ആവശ്യപ്പെടുന്നു. ഗവർണറോട് കുടുംബം ആവശ്യപ്പെടുന്നു, കർണാടകയോട് ആവശ്യപ്പെടണം, കർണാടക ഗവർണറുമായി ഇക്കാര്യം സംസാരിക്കാമെന്ന് കേരള ഗവർണർ പറയുന്നു. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ ഈശ്വരാപ്പയുടെ നേതൃത്വത്തിൽ അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നോ? അതോ ഈ മൃതദേഹം കണ്ടതിന് ശേഷമാണോ? അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ ഈശ്വരാപ്പയുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ അങ്ങോട്ടേക്ക് ആരംഭിച്ചത്? ആനന്ദ്, വിനോദ്, എന്തായാലും ഈ ഷിരൂരിലെ ഈ മണ്ണിടിഞ്ഞ പുഴയിൽ യാതൊരു തരത്തിലുള്ള പരിശോധനകളും നടത്തിയിരുന്നില്ല. താൽക്കാലികമായി തന്നെ അത്തരം പരിശോധനകൾ നിർത്തിവെച്ചതായി കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നതാണ്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപ്പ ഈ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്താൻ വേണ്ടി ഈ കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം പുഴയിലേക്ക് എത്തുകയും എന്നാൽ പോലീസ് അവിടുന്ന്, അതായത് കർണാടക പോലീസ് ഔദ്യോഗികമായിട്ടുള്ള ഒരു അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ഈശ്വർ മാൽപ്പ തിരിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഈ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കടലിൽ നിന്നാണ്. ഏതാണ്ട് ഈ പുഴയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള കടലിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിൽ ആദ്യമായി ഈ മൃതദേഹം കാണുന്നതും തുടർന്ന് അവർ ഈശ്വർ മാൽപ്പയെ ഈ വിവരം അറിയിക്കുകയായിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കടലിൽ തന്നെ, അതായത് ഈ കടപ്പുറത്തുള്ള മറ്റൊരു മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം അടക്കം കാണാതായിട്ടുണ്ട്. അതായത് മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ മൃതദേഹമാണോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇത് അർജുന്റേതാണോ എന്നുള്ള കാര്യത്തിലും ഔദ്യോഗികമായിട്ടുള്ള യാതൊരു സ്ഥിരീകരണങ്ങളും വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു ഔദ്യോഗിക വിവരം നമുക്ക് ലഭ്യമാവുക. വിനോദ്, നമ്മൾക്ക് അറിയാവുന്നത് കാര്യം, നമ്മൾക്കറിയാം ഈ തുടർച്ചയായ മാധ്യമങ്ങൾ ഷിരൂരിലെ വാർത്തകളാണ് നൽകിക്കൊണ്ടിരുന്നത്. അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ, അതിനു വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ സമ്മർദ്ദമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ
വളരെ നിർഭാഗ്യകരമായി ആയ മറ്റൊരു സംഭവം കേരളത്തിൽ നടക്കുന്നു. പ്രത്യേകിച്ചും വയനാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പ്രകൃതിക്ഷോഭം തന്നെ ഉണ്ടാകുന്നു, ഉരുൾപൊട്ടലുണ്ടാകുന്നു. അപ്പോഴാണ് അർജുൻ്റെ വാർത്തകൾക്ക് സ്ഥാനം ലഭിക്കാതെ പോകുന്നത്. പക്ഷേ ഇപ്പോൾ അർജുൻ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു മൃതദേഹം അവിടെ കടലിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഇത് അവിടുത്തെ സർക്കാർ ഇത് ഗൗരവമായി കാണുന്നുണ്ടോ? ഇതിൻ്റെ പരിശോധന വളരെ വേഗത്തിലാക്കാനുള്ളൊരു നടപടി അവിടെ സ്വീകരിക്കും എന്ന് കരുതാനാകുമോ ആനന്ദ്? വിനോദ്, എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ നേവി അടക്കമുള്ള സംഘങ്ങൾ, അതായത് സൈന്യത്തിന്റെ അടക്കമുള്ള സംഘങ്ങൾ നമുക്കറിയാം നിരന്തരമായി ഏതാണ്ട് 13 ദിവസങ്ങൾ അവിടെ പരിശോധന നടത്തിയിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ്. ഏതാണ്ട് ഈ 6.5 നോട്ട്സ് വരെയാണ് ഈ പുഴയുടെ കുത്തൊഴുക്ക് പരിശോധന അവസാനിപ്പിക്കുന്ന സമയത്തുണ്ടായിരുന്നത്. ഈ മനുഷ്യ സാധ്യമായ തലത്തിലേക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കുക എന്ന് പറയുന്നത് 3.5 നോട്ട്സ് വരെയാണ്. അതുകൊണ്ട് തന്നെയാണ് സൈന്യത്തിനടക്കം, അതായത് പ്രത്യേകിച്ച് നേവിക്കടക്കം ഈ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് അനുമതി ലഭിക്കാതിരുന്നത്. മാത്രമല്ല കാലാവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അവിടുത്തെ പ്രദേശവാസികളുടെ ഒരു അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന അവസാനത്തെ ദിവസം തൊട്ട് ഏതാണ്ട് 21 ദിവസം വരെ കനത്ത മഴയ്ക്കുള്ള ഒരു സാധ്യത പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയിലെ കുത്തൊഴുക്ക് കുറയാതെ തുടർ പരിശോധന സാധ്യമല്ല എന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ പുറത്താണ് കർണാടക സർക്കാർ ഇത്തരത്തിലൊരു തിരച്ചിൽ നിർത്തിവെക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. പക്ഷേ കേരളം കടുത്ത ഒരു പ്രതിഷേധം തന്നെ അറിയിച്ചിരുന്നു. തുടർന്ന് കർണാടക ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് വന്നിരുന്നു ഈ തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന്. മാത്രമല്ല ഈ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള കർണാടക ഗവർണറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ തിരച്ചിൽ തുടരുമെന്ന് ശ്രീധരൻപിള്ള ഗോവ ഗവർണറിന് ഉറപ്പു നൽകിയതായും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ അർജുന്റെ വീട്ടിൽ കുടുംബത്തെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ പുതിയൊരു സൂചന ലഭിച്ചിരിക്കുന്നു. പക്ഷേ അർജുന്റെ മൃതദേഹമാണോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അർജുന്റേതാണോ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അർജുൻ ഇപ്പോഴും കാണാതായിരിക്കുന്ന ഒരു സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മൃതദേഹം കടലിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇത് ആരുടെയാണെന്നുള്ള കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളടക്കം നിരത്തിക്കൊണ്ടുള്ള സൂചനകൾ അല്ലെങ്കിൽ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. തീർച്ചയായും അതിന് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. വിനോദ്, ആനന്ദ്, അതേപോലെ തന്നെ അവിടെ നടന്ന തെരച്ചിൽ അതിന് വളരെ വിഘാതം സൃഷ്ടിച്ചത് അവിടെ ഉണ്ടായ ശക്തമായ മഴ, അടിയൊഴുക്ക് തുടങ്ങിയവ. അവിടെ മത്സ്യത്തൊഴിലാളികളെ അടക്കമുള്ള ആളുകളെ കൊണ്ടുവന്നപ്പോഴും അവിടെ തെരച്ചിൽ അസാധ്യമായിരുന്നു. കാരണം അതിശക്തമായ മഴയുണ്ടായിരുന്നു, അടിയൊഴുക്കുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ തെരച്ചിലിന് തടസ്സമായി നിന്നതും. ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഗംഗാവലി പുഴ പഴയ അവസ്ഥയിൽ തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണോ? അടിയൊഴുക്ക് ശക്തമാണോ? അവിടെ തെരച്ചിൽ നടത്തുന്ന നടപടികൾ, ഈ അന്നുണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? കുറച്ച് ദിവസങ്ങൾ കൂടി മഴ പെയ്യും, കാലാവസ്ഥ ഇതേ അവസ്ഥയിൽ തുടരും എന്നുള്ള അറിയിപ്പുകളൊക്കെ ആയിരുന്നല്ലോ അന്ന് വന്നത്. ഇപ്പോഴും അതേ സ്ഥിതിയാണോ അവിടെ തുടരുന്നത് ആനന്ദ്? എന്തായാലും ഈ പുഴയിലെ കുത്തൊഴുക്ക് കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപേ കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഈ പുഴയിലേക്ക് സ്വമേധയാ പരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഔദ്യോഗിക സംവിധാനം, അതായത് പോലീസ് സംവിധാനമുള്ള കർണാടകയിലെ സംവിധാനങ്ങൾ അദ്ദേഹത്തെ വിലക്കിയത്, അനുമതി നിഷേധിച്ച്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ്. ഈ സമയം എന്ന് പറയുന്നത് അവിടുത്തെ മഴക്കാലമാണ്. അതുകൊണ്ട് ഇടവിട്ടുള്ള മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ആ സമയത്തുള്ള തെരച്ചിൽ, അതായത് സൈന്യത്തിനടക്കമുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നത്. എന്തായാലും ഈ പുഴയിലെ ഒഴുക്ക് കുറയാൻ അല്പ ദിവസങ്ങൾ കൂടി എടുക്കും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷം മാത്രമേ അത്തരത്തിൽ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് സാധ്യമാകൂ എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം ഈശ്വർ മാൽപേയുടെ ഒരു സംഘം, അതായത് ഈശ്വർ മാൽപേ അത്തരത്തിൽ ഈ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ വടം പൊട്ടിക്കൊണ്ട് പുഴയിലേക്ക് പോകുന്ന അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് സൈന്യമാണ് അദ്ദേഹത്തെ തിരിച്ച് ജീവൻ രക്ഷിച്ച ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. തുടർന്നാണ് ഇത്തരത്തിൽ അന്ന് സൂചന ലഭിച്ച, അതായത് ഈ റഡാറിൽ വഴി സിഗ്നൽ വഴി ലഭിച്ച സ്ഥലത്തെല്ലാം പരിശോധന നടത്തിയിരുന്നെങ്കിലും ഈ ചെളിക്കടിയിലാണ് ഈ ഒരു ട്രക്ക് എന്നുള്ള ഒരു നിഗമനത്തിലാണ് എത്തിയത്. പക്ഷെ ട്രക്ക് നേരിട്ട് കണ്ടെത്താൻ അല്ലെങ്കിൽ കാണാൻ ഈശ്വർ മാൽപേക്ക് സാധിച്ചിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ പുഴയിലെ കുത്തൊഴുക്ക് കാരണം തന്നെ സീറോ വിസിബിലിറ്റിയാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ചെളിക്ക് മുകളിലേക്ക് ആൽമരവും തൊട്ടപ്പുറത്തുള്ള ടവറുകളും കമ്പികളും എല്ലാം കൂടിപ്പണഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം കണ്ടത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും മഴ അവിടെ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുത്തൊഴുക്ക് സാധാരണഗതിയിലേക്ക്, അതായത് ഒരു 3 നോട്ട്സിന് താഴേക്ക് വന്നാൽ മാത്രമേ സംഘങ്ങൾക്ക്, അതായത് നേവിക്കാവട്ടെ മത്സ്യത്തൊഴിലാളികൾക്കാവട്ടെ
ഈ മനുഷ്യസാധ്യമായ തലത്തിലേക്ക് അവിടെ ഇറങ്ങി പരിശോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പുഴയുടെ കുത്തൊഴുക്ക് കുറയേണ്ടതുണ്ട്. അത് ഏറ്റവും ചുരുങ്ങിയത് 3 നോട്ട്സിന് താഴേക്കെങ്കിലും ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. വളരെ വ്യക്തമാണ്. ആനന്ദാണ് ഷിരൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഷിരൂർ ഗംഗാവലി പുഴയ്ക്ക് താഴെ സമുദ്രത്തിൽ ഒരു അജ്ഞാത ജഡം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ DNA പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. അത് ആരുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അർജുൻ്റെ കുടുംബം, കോഴിക്കോട് ഉള്ള അർജുൻ്റെ കുടുംബം അതിന്മേലുള്ള DNA പരിശോധന ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും അത്തരം നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ അത് ആരുടെ ജഡം എന്നുള്ളത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അവിടെ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ഗംഗാവലി പുഴ നിറഞ്ഞ് ഒഴുകുന്ന സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഉള്ളൊരു ജഡം കടലിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ പരിശോധനാ റിപ്പോർട്ടുകളെല്ലാം ഇനിയും തുടർ മണിക്കൂറുകൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ.